ഹലോ ഗായ്സ്, നമുക്കിന്നുണ്ടല്ലോ ഉണ്ണിയപ്പ ചട്ടിയിലില്ലേ വെറും 50 രൂപ ചിലവാക്കണ്ടല്ലോ കേട്ടോ. നിങ്ങൾ ഈ കേക്കാണ്, അതും ഉണ്ണിയപ്പ ചട്ടിയിൽ. ആരും മിസ്സാക്കണ്ട. എളുപ്പത്തിൽ, അതും കുറഞ്ഞ സമയം മതി. ശരിക്കും നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റും കൊണ്ട് നമ്മുടെ കേക്കിൻ്റെ പരിപാടി കഴിക്കും. പക്ഷേ കിഡിലൻ രുചിയാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ചോക്ലേറ്റ് ലാവ കേക്ക്, മിനി ചോക്ലേറ്റ് ലാവ കേക്ക്. ആരും മിസ്സാക്കണ്ട കേട്ടോ, അടിപൊളിയായിട്ടാണ്. നമ്മൾ 3 പാക്കറ്റ് ഈ ബോൺസി എന്നല്ല പേര്, ഇതിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് 10 രൂപയുള്ളൂ ഒരു പാക്കറ്റിന്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബോൺസ് മറ്റേതില്ലേ ആ ബിസ്ക്കറ്റൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഏറ്റവും വില കുറച്ച രീതിയിൽ ഉണ്ടാക്കണം പറഞ്ഞിട്ടാണ് ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ചേർക്കണം കേട്ടോ. ഇതൊരു 30 രൂപയുടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, എടുത്തു വയ്ക്കണമൊന്നുമില്ല. അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതിൽ 10 രൂപയുടെ ബിസ്ക്കറ്റ് പറഞ്ഞാൽ അങ്ങനെ 2 പാക്കറ്റ് ഉണ്ടാവും ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ. ഇതിൽ എത്ര എണ്ണം ഉണ്ട് നോക്കട്ടെ കേട്ടോ. 5 എണ്ണം ഒരു ഇതിൽ 5 എണ്ണം, അപ്പോൾ 10 എണ്ണം ഉണ്ട് കേട്ടോ ഒരു പാക്കറ്റിൽ. ഒരെണ്ണത്തിന് 1 രൂപ വെച്ചിട്ട് 10 രൂപ ഒരു പാക്കറ്റിന്. ഇത് കുഴപ്പമില്ല അല്ലേ. ഇത് നമുക്കിനി ഇതിൻ്റെ ക്രീമൊന്നും എടുത്ത് മാറ്റൊന്നും വേണ്ട. ഇതങ്ങനെ മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിൽ മധുരം ഉള്ളത് കാരണം കൊണ്ട് നമ്മളിതിൽ പഞ്ചസാര ചേർത്ത് മിക്സർ ജാറുണ്ട് കേട്ടോ. ഇതൊക്കെ പാടെ ഇട്ടാൽ പൊടിയായിരിക്കും. നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചെടുത്തിട്ടേ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിയിൽ പാത്രമുണ്ട്, അതിലേക്ക് ഇതൊരു കുഞ്ഞ് സ്പൂണാട്ടോ. അതിനൊരു 1/2 ടീസ്പൂൺ പറയാം അത്ര ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ച് ബേക്കിംഗ് സോഡ കേട്ടോ. നന്നായിട്ടൊന്ന് ചലിച്ചിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചലിച്ചെടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ. അതും കൂടി ഒന്നിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കുണ്ടല്ലോ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. പാലില്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി, സാധാരണ വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിന് കുറച്ച് കളർ കമ്മിയുണ്ട് കേട്ടോ. ഈ ബോൺസിൻ്റെ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തോന്നുന്നു. നമ്മൾ ഡാർക്ക് ഫാൻറ്റസി ഒക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല ഒന്നും കൂടി നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇതിന് കുറച്ചൊരു കളർ കമ്മി ഉണ്ട്. കൊക്കോ പൗഡറിനൊക്കെ ഇപ്പോൾ നല്ല വിലയായിരുന്നു. 100 രൂപ എന്തൊക്കെയുണ്ട്. ഞാൻ നാൾ പോയപ്പോൾ ഒറ്റപ്പാലം പോയപ്പോൾ ഞാൻ നോക്കി, കടയിൽ നല്ല വില ഉണ്ട്. നമുക്ക് പൂതിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ വാങ്ങിച്ചിട്ടുണ്ടാക്കിയാൽ മതി. ഇതിനിപ്പോൾ ഒരു 50 രൂപയുടെ ചിലവല്ലേ ഉള്ളൂ. അതിന് കുറച്ചും കൂടി സാധനങ്ങളുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ 50 രൂപയുടെ ചിലവല്ലേ ഉള്ളൂ പറഞ്ഞത്. ഇതിപ്പോൾ 30 രൂപയുടെ ആയിട്ടുള്ളൂ. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ ഇവിടെ വീട്ടിൽ അത് ആഡ് ചെയ്യണതാണ് കേട്ടോ. അതൊന്നും കൂട്ടാൻ പാടില്ല. നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണേ ഗോൾഡ് വിന്നർ സൺഫ്ലവർ ഓയിലില്ലേ, 2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ അതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് വാനില എസൻസ് ഒഴിക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി എന്ന് എന്താ പറയണമെന്നറിയോ, ഈ ബിസ്ക്കറ്റിന് ഒരു മണമുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. എന്നാലും നമ്മൾ കേക്കല്ലേ ഉണ്ടാക്കാൻ പോണത്, അതാണ് ഒഴിച്ചത്. ഒന്ന് മിക്സാക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കാം നമുക്ക്. അപ്പം 20 രൂപയ്ക്കില്ലേ ഡയറി മിൽക്കും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തം കോസ്റ്റ് എത്രയായി ഇപ്പോൾ? 50 രൂപ. 50 രൂപയുടെ കേക്കാണ് നമ്മുടെ കേക്ക് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കവറൊക്കെ കളഞ്ഞെടുക്കാം. കുറച്ചേ ഉള്ളൂ, എന്നാലും നമുക്കിത് മതി. അപ്പോൾ നമ്മളിത് കുഞ്ഞുഞ്ഞിയെ പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്.
അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉണ്ണിയപ്പച്ചട്ടി കുറച്ച് പഴയതാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി അറിയാം. ഞാൻ ഉണ്ണിയപ്പം ബിസിനസ്സൊക്കെ ഇതുകൊണ്ടാണ് ചെയ്തായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പം ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു തുണി എടുത്തിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം. ഞാൻ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടായിട്ട് വരട്ടെ ചട്ടി. കുറച്ച് പഴയ ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കണത്. ചൂടായി വരുമ്പോഴേ നമുക്ക് കുറച്ച് ഓയിലില്ലേ, ഒഴിക്കാൻ പാടില്ല, ഇങ്ങനെ ഇതിലിങ്ങനെ പരട്ടാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതിൽ തേച്ച് കൊടുക്കുക. എല്ലാ കുഴിയിലും എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. കൂടുതൽ എണ്ണയൊന്നും വേണ്ട, ഈ എണ്ണ മാത്രം മതി. എണ്ണ കുഴീനൊക്കെ ഒന്ന് മയക്കിയെടുക്കണം, അത്ര എണ്ണ മതി. ഓക്കേ, ചട്ടിക്ക് കുറച്ച് പുക കൂടുതലാണ് കേട്ടോ. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാക്കുന്നത്. നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്ലേ, ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് വലിയ സ്പൂണിന് ഈ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. നിറച്ച് ഒഴിക്കരുത് കേട്ടോ. നമുക്കതിൻ്റെ നടുവിലൊരു സംഭവം വയ്ക്കണം. നമ്മുടെ ഡയറി മിൽക്ക് വയ്ക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് എല്ലാത്തിലേക്കും ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മളെല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡയറി മിൽക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഫില്ലാക്കാം. ഓക്കേ, കുറച്ചൊന്ന് അമർത്തി കൊടുത്തോളൂ കേട്ടോ. അത് ഉള്ളിക്കും കൂടെ ആവട്ടെ. ഈ ചട്ടി പുകയണത് ഇതൊരു എന്താ അതിൻ്റെ അടിയിലില്ലേ, ഞാൻ അങ്ങനെ അതിൻ്റെ ബാക്ക് ഭാഗം കഴുകാറില്ല, ഇവിടെ മാത്രമേ കഴുകാറുള്ളൂ. അത് കാരണം കൊണ്ട് അടിഭാഗത്തു നിന്ന് ഇങ്ങനെ പുക വരിക കേട്ടോ. നമ്മൾ ഡയറി മിൽക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടിയും കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റ് കേട്ടോ, 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. ഇനി നമുക്ക് ടൂത്ത് പിക്ക് കൊണ്ടേ ഒന്ന് കുത്തി നോക്കാം കേട്ടോ. ഒന്നും പിടിക്കണമെന്നില്ല. ഇവിടുത്തെ ടൂത്ത് പിക്ക് ഇതാണ് കേട്ടോ. എടുത്തിട്ടല്ല പല്ലുമ്പോൾ കുത്തുക. ഇത് ഞങ്ങൾ പപ്പടക്കോല് കൊണ്ടാണ് നോക്കാറ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് ഒരു കോല് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പം നമ്മുടെ സംഭവങ്ങൾ ആയാർക്കണം കേട്ടോ. നമുക്കിനി ഇത് എടുക്കാം. ഇതിൻ്റെ നടുവത്തെ കുറച്ചിങ്ങനെ അടി ഇതായ പോലെ ഉണ്ട് കേട്ടോ. നമുക്കൊന്നും കൂടി ലോ ഫ്ലെയിമിലിട്ട് പോന്ന് കിട്ടണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അടി ഇത്തിരി ഇതായിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കാം. കഴിക്കാൻ പറ്റായ്മയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് കിട്ടണമൊക്കെ ഉണ്ട്. നമ്മൾ രണ്ടാമതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 വട്ടം ഉണ്ടാക്കാനുള്ള തന്നെ ഉള്ളൂ, ബാറ്റർ മാവന്നെ ഉള്ളൂ കേട്ടോ. നമുക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെച്ചോളൂ കേട്ടോ. അത് നല്ല ചൂടാവാൻ പാടില്ല ചട്ടി. നിങ്ങൾക്ക് പഴയ ദോശക്കല്ലൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ അതിൻ്റെ മേലെ അത് കയറ്റി വെച്ചിട്ട് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വെക്കാനുള്ള സംഭവം ഇല്ല, ഡയറി മിൽക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഇത് അടച്ച് വെക്കാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചാർക്കണം കേട്ടോ. കണ്ടില്ലേ, ലോ ഫ്ലെയിമിലാണ് വെച്ചാർക്കണം. ഇങ്ങനെ ആവട്ടെ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ. നമ്മുടെ അടുത്ത കേക്കും ആയിട്ടുണ്ട്, നമുക്കെടുക്കാം. ഇതിങ്ങനെ തൊടുമ്പയ്ക്ക് പോരും കേട്ടോ. അങ്ങനെ നമ്മുടെ മിനി ലാവ കേക്ക് ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ അപ്പച്ചട്ടി നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതുണ്ടാക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ അടി കരിയും ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് ഉണ്ടാക്കിയാൽ മതി. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ചിങ്ങനെ അടി കരിഞ്ഞ പോലെ ആയിരുന്നു. പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നേരെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എന്താ ക്ലിയർ ആവാത്തത്? റെഡിയായി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കുറച്ചും കൂടി വെച്ചാൽ അങ്ങനെ ഒഴുകി പോകും കേട്ടോ ചോക്ലേറ്റ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക്